കേരളത്തിലെ കൂടിയാട്ടവും അതുപോലെ മറ്റ് പല കലാരൂപങ്ങളുമായിട്ടും ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. പല വിദേശ രാജ്യങ്ങളിലും പോകാറുണ്ട്. പക്ഷേ അവിടങ്ങളിലൊക്കെ ഈ ഇത്തരം കലാരൂപങ്ങൾ അതിനെ സംബന്ധിച്ച പരിപാടികളിൽ അവതരിപ്പിക്കാനുള്ള എല്ലാ ഒത്താശകളും ചെയ്യണം. അപ്പോൾ ജപ്പാനിലാണ് എല്ലാ വർഷവും പോകാറുണ്ട്, ജാപ്പനീസാണ്. ഫ്രാൻസിൽ പോകുമ്പം യൂറോപ്യൻസ്, ഫ്രഞ്ചും മറ്റു അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടത്തുകാരാണ് ചെയ്യണത്. ഒരിക്കലും ഇന്ത്യക്കാർ ഇന്ന് വരെ ഒരു ഇന്ത്യൻ ഓർഗനൈസേഷൻ, മലയാളി ഓർഗനൈസേഷൻ ഒരിക്കലും ഇല്ല. കാരണം അവിടെ നമ്മുടെ നാട്ടിൽ ട്രെൻഡ് തന്നെ ഉണ്ട്. മലയാളി കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമാക്കാരും മിമിക്രി താരങ്ങളും പോപ്പുലർ TV താരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംഘമാണ് പോകുന്നത്. അവിടെ ഇത്തരം കലകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ ഗൾഫ് കൺട്രീസ് പ്രത്യേകിച്ചും അവിടെ പോകേണ്ട ആവശ്യമെന്ന് ഞങ്ങൾ പൊതുവെ പറയാറില്ല. എന്തിനാണ് പോകുന്നത്? അവിടെ അങ്ങനെ ഒരു കൾച്ചറുള്ള ആരും കാണില്ല എന്നൊരു മുൻ ധാരണയാണ്. പക്ഷേ ഈ തിരനോട്ടം, പ്രത്യേകിച്ച് രമേശൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. ആവേശപൂർവ്വം ഇവിടെ നടന്ന ചില പരിപാടികളൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടിയാട്ടം കൊണ്ടുപോകണമെന്നൊക്കെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അങ്ങനെയാണ് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഇവിടെ വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ വളരെ വ്യത്യസ്തമാണ്. കാരണം കേരളീയർക്കും പ്രവാസികളായിട്ടുള്ള മലയാളികൾക്കും ഇത് ആസ്വദിക്കാൻ കഴിയും. കാരണം ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രാക്ഷൻസ് പറഞ്ഞപ്പോൾ ഇവിടുന്ന് താഴെ റെസ്റ്റോറൻറ്റ് ആഹാരം കഴിക്കാൻ പോകുമ്പോൾ പലരും സാധാരണ വീട്ടമ്മമാരും ഒക്കെ വന്നിട്ട് അവരൊരു ചിരിയും അവരൊരു അക്നോളജ്, അതൊരു വലിയ കാര്യമാണത്. നിസ്സാര കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അത് റിയൽ പാർട്ടിസിപ്പേഷൻ, അവരത് എൻജോയ് ചെയ്തു. അത് വലിയ സംഭവം തന്നെയാണ്. അത് ഇവിടെ നടക്കുന്ന ഒരു വലിയ കാര്യം. കാരണം ഇവിടെ വെള്ളം 99% മലയാളികളാണ്. അതൊരു വലിയ കാര്യമാണ്. വളരെ ആകാംക്ഷപൂർവ്വം ഇരുന്ന് കാണുന്നു കണ്ടിന്യൂസ്ലി. ഒന്ന് കഴിഞ്ഞാൽ മറന്നു. അപ്പം അതൊരു വലിയ സംഭവം. പക്ഷെ അതിനേക്കാളും ഞാൻ വിലമതിക്കുന്ന മറ്റൊരു കാര്യം തിരുവനന്തപുരത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്തരം കലാസംഘടനകൾ അവരിവിടെയാണ് ജോലി, അതുകൊണ്ട് ആളുകളെ കൊണ്ടുവരുന്ന പരിപാടി നടത്തുന്നത്. പക്ഷേ അവിടെ എന്ത് ഇതിന് സംഭവിക്കണമെന്ന് ആരും ചിന്തിക്കാറില്ല. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ശരിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. കുറേ കാലങ്ങളായിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള കഥകളിക്കാർക്ക് സബ്സിഡി കൊടുക്കുക ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. അതൊരു വലിയ സംഭവമാണ്. സാമ്പത്തികമായിട്ട് അത്ര വലിയതൊന്നും ഇല്ലെങ്കിലും അതൊക്കെ വലിയ പ്രോത്സാഹനങ്ങളാണ്. അതിൻ്റെ സെലക്ഷനിലൊക്കെ വളരെ ജെന്യുവിനായിട്ടുള്ള സെലക്ഷൻസാണ്. എനിക്കറിയാം, ഈ ആർട്ടിസ്റ്റിനൊക്കെ എനിക്കറിയാം. അതുപോലെ പലതും അവിടെ നടക്കുന്ന അരങ്ങുകൾ അതും വളരെ വളരെ സീരിയസ്നെസ്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് സമയം ഞങ്ങൾക്ക് തിരക്കായതുകൊണ്ട് അങ്ങനെ പോയിരുന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഇരിങ്ങാലക്കുട ഉണ്ണായി സ്മാരക കലാലയത്തിൽ പകലാണ്. സാധാരണഗതിയിൽ ഉഴപ്പും കലാകാരന്മാർ, ചെറുപ്പക്കാർ പ്രത്യേകിച്ച്. പക്ഷെ ഫ്രണ്ട് റോയിൽ മാസ്റ്റേഴ്സിനെ ഇരുത്തിയിട്ടില്ല, സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ്. അവരിങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ മുമ്പിലാണ് ഈ പ്രകടനം. എല്ലാവരും വളരെ സിൻസിയറായിട്ട് അഭിനയിക്കുന്നു. വലിയൊരു കാര്യമാണത്. അപ്പം അങ്ങനെ ഒരു ചിന്ത ഉള്ളത് തന്നെ മഹാകാര്യം. ഇന്ന് ആരും ചിന്തിക്കാറില്ല. പാരമ്പര്യ രംഗകലകൾ എവിടെയെങ്കിലും പോട്ടെ എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. ബാക്കി എല്ലാവർക്കും ഈ വാചകം മാത്രമേ ഉള്ളൂ. പക്ഷെ തിരനോട്ടം എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു റിയൽ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ. മാത്രമല്ല അതൊരു പുതിയ പാഠമാണ്. ഇതിൻ്റെ ഒരു തരംഗം വരും, മറ്റു ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കുമ്പോഴാണ് അതിൻ്റെ നമ്മൾ അറിയണം. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്തിരുന്നാലും ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ കൂടിയാട്ടം എടുക്കുമ്പോൾ പലരും പറഞ്ഞു, ആർക്കും വേണ്ടാത്ത കല എന്തിനാ ചോദിച്ചുകൊണ്ട് കിടക്കും. എൻ്റെ അടുത്ത് ചോദിച്ചു. വലിയൊരാളാണ്, മഹാനായ ഒരു കലാപണ്ഡിതൻ. അദ്ദേഹം കഥകളി പറ്റി ആധികാരികമായിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്. 1 മണിക്കൂർ എന്നെ ശരിക്കും ശാസിക്കാൻ അധികാരമുള്ള ഒരാളാണ്. വളരെ പ്രായം ചെന്ന ഒരാളാണ്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞിടൂ, ഈ താനെന്തിനാ ഈ ശവക്കുഴി തോണ്ടി ഇതൊക്കെ എടുത്തുകൊണ്ട് വരണോ? ഇതിനകത്തൊന്നും ഇല്ല എന്നുള്ളത് ഞങ്ങൾ പണ്ടേ ഇത് എഴുതി തള്ളിക്കളഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിന് ഈ കൂടിയാട്ടം നശിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിൽ നിന്ന് കഥകളി ഉണ്ടായല്ലോ എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഥകളി വേറെ, കൂടിയാട്ടം പോലെ ഒരിക്കലും കമ്പാരിസൺ ഇല്ല. ഇംപോസിബിൾ.
രണ്ട് പർപ്പസാണ്. ഇപ്പം ഞങ്ങൾ ബോധ്യപ്പെടുന്നു. ഇപ്പം ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബർ 25-നായിരുന്നു അവിടുത്തെ ഇത്തവണത്തെ വർക്ക്ഷോപ്പ്. 3 മാസത്തെ വർക്ക്ഷോപ്പുണ്ട് എല്ലാ വർഷവും. കഴിഞ്ഞ 3 വർഷമായിട്ട്. ഇത് സമാപിച്ചത് ഈ ഒക്ടോബർ 25-നാണ്. കൂടിയാട്ടത്തിൻ്റെ ട്രെയിനിങ് കിട്ടിയ പിള്ളേർക്ക് വലിയൊരു വെളിച്ചമാണ് കിട്ടിയത് തിയേറ്ററിൽ. അത്രയധികം സംഭാവന ചെയ്യാനുണ്ട്. വേറെ ഒരു ആർട്ട് ഫോമിൻ്റെ ഇന്ത്യയിൽ അത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കാണുമ്പോൾ സാധാരണക്കാർ കഥകളിയും കൂടിയായിട്ടൊക്കെ ഒന്ന് ഒരുപോലെ ഇരിക്കും. പക്ഷെ അങ്ങനെയല്ല. കഥകളി വേറൊരു വലിയൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖല. കൂടിയാട്ടം വ്യത്യസ്തമാണ്. ആ രീതിയിൽ വളരെ പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കിക്കാനും അതിനെ കഥകളിയും കൂടിയാട്ടവും തായമ്പകാറ്റൊക്കെ ഇപ്പം നടക്കുന്ന ഉത്സവം തന്നെ ഒരു കണക്കിന് ഒരിക്കലും നടന്നിട്ടില്ല. ഇങ്ങനെയൊന്നും വലിയൊരു സംഭവം. ഇത് ലോകധർമ്മി നാട്യധർമ്മി എന്നുള്ള വ്യത്യാസമാണോ അതിൽ കൂടുതലായിട്ട്? ഇല്ല, ലോകധർമ്മി നാട്യധർമ്മി എന്നൊക്കെ പറയുന്നത് ക്ലാസിഫിക്കേഷൻസാണ്. അത് ആർട്ട് ഫോമിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നില്ല. ലോകധർമ്മിയായിട്ട് മാത്രം ഒരു കലയും ലോകത്തിലില്ല. നാട്യധർമ്മിയായിട്ട് മാത്രം ഒരു കലയില്ല. അതൊക്കെ ഈ പിൽക്കാലത്ത് സ്കോളേഴ്സ്, അക്കാഡമീഷ്യൻസ്, ഈ പ്രായോഗികമായിട്ടൊന്നും അറിയാത്തവർ ഉണ്ടാക്കുന്ന മിസ്ഇൻറ്റർപ്രിട്ടേഷൻസാണ്. അതായത് എല്ലാ നാട്യധർമ്മി എന്ന് പറയുന്നത് ഒരു ശൈലീകരിച്ച ഒരു ഇപ്പം ആംഗിക ശരീരഭാഷ ഉണ്ടാവുന്നത് ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരത്തിലുണ്ടാവുന്ന വ്യത്യസ്ത ക്രിയാദികളും അവിടെ ഈ ക്രോഡീകരണം, ചലനങ്ങളുടെ ക്രോഡീകരണം മിക്കവാറും നമ്മുടെ കൂടുതലുണ്ടാവുന്ന അനുഷ്ഠാനങ്ങളിലാണ്. അതിൽ നിന്ന് എടുക്കേണ്ട ഒരു രഹസ്യം അതാണ്. വലിയൊരു സംഭവത്തിന് ഒരു ചെറിയ മുദ്ര തന്നെ ഇരിക്കണോ? നമുക്കൊരു പല കാര്യങ്ങളും നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ കാമധേനുവിൻ്റെ ഇപ്പോൾ പാല് അഭിഷേകത്തിന് വേണം. അപ്പോൾ അതിന് ഈ മുദ്ര കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതീകാത്മകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠാനങ്ങളിൽ നിന്ന് എടുക്കുകയാണ്. അങ്ങനെയാണ് ഒരു പ്രദേശത്തിൻ്റെ തിയേറ്റർ ഭാഷ ഉണ്ടാകുന്നത്. ഈ ഭാഷ ഉണ്ടാകുമ്പം അതിനകത്ത് അതിന് അടിസ്ഥാനപരമായിട്ട് വളരെ റിയലിസ്റ്റിക്കായിട്ടുള്ള ഒരു ചിന്ത വേണം. അത് മാത്രമല്ല ഒരു സംഭവം വേണം. വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ജീവിത ഫംഗ്ഷനിൽ മാത്രമേ ഒരു ശൈലീകരിച്ച ഒരു ക്രോഡീകരണം ഉണ്ടാവുകയുള്ളൂ. അതിനാണ് ഈ ലോകധർമ്മി ഇല്ലാതെ നാട്യധർമ്മിക്ക് ഒരു നിലനിൽപ്പില്ല. ഞാനൊരു നാട്യധർമ്മി മുദ്ര കാണിച്ചു, പക്ഷെ അതിനകത്ത് എൻ്റെ ഒരു മുഴുവൻ ലോകം വേണം. ആ ലോകം എപ്പോഴും ആ പ്രദേശത്തിൻ്റെ ജീവിത സാഹചര്യമായിരിക്കും. അപ്പോൾ നാട്യധർമ്മി ലോകധർമ്മി എന്നുള്ളത് ഒന്നിൻ്റെ തന്നെ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമല്ല. കഥകളി എന്ന് പറഞ്ഞത് ഒരു നൃത്ത നാടകമാണ്. കൂടിയാട്ടം എന്ന് പറയുന്നത് അതിന് താളങ്ങളൊക്കെ വരണത് സംഗീതം വരണു, സംഗീതത്തിനനുസരിച്ചുള്ള കാൽക്കുലേറ്റർ ഋതം വരണു, ഋതത്തിനനുസരിച്ച് മുദ്ര, ഒരേ മുദ്ര തന്നെ കഥകളിയിൽ കാണിക്കുമ്പോൾ താളത്തിനനുസരിച്ച് കണ്ണിങ്ങനെ ചലിപ്പിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നൃത്തത്തിൻ്റെ ആവശ്യമനുസരിച്ച് മാറുന്നു. കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ അതല്ല. കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കപ്പെട്ടൊരു നാടകകൃതി, അതിനെ വിഭാഗമാക്കിക്കൊണ്ട് നമ്മൾ അതിന് രൂപപ്പെടുത്തിയെടുക്കുന്ന ശരീരഭാഷയും അഭിനയമാണ്. വളരെ വ്യത്യാസമാണ്. അതിൽ താളം എന്ന് പറയുന്നത് ഇങ്ങനെ കാൽക്കുലേറ്റഡ് ഋതമല്ല, മറിച്ച് നടൻ്റെ ഇതനുസരിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കും, കുറച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ പോകുന്നത്. നടനെ സപ്പോർട്ടീവായിട്ട് ഉള്ളതാണ്. പിന്നെ തിയേറ്ററിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഓരോ ചലനത്തിനും വളരെ ഡെപ്തുള്ള അർത്ഥം വേണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കൂടിയാട്ടത്തിനും കഥകളിക്കുണ്ട് വ്യത്യാസം. അപ്പോൾ ഈ വ്യത്യാസമാണ് ഇതിനെ മാറ്റി നിർത്തുന്നത്. കഥകളി ഉൾപ്പെടെയുള്ള കഥകളി എന്നല്ല, ഈ ക്ലാസിക്കൽ എന്നുള്ള ഒരു വാക്ക് തന്നെ നമ്മൾ പ്രയോഗിക്കാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് പാരമ്പര്യത്തിൽ പഠിക്കേണ്ടത് കൂടിയാട്ടം. ഒരിക്കലും അവർ നാട്യം എന്ന് പറഞ്ഞില്ല നമ്മുടെ ആളുകൾ. അന്നത്തെ ഏറ്റവും വലിയ പ്രാദേശിക ഭാഷ അന്ന് കൂടുതൽ ദേശീയ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമായിരുന്നു. സംസ്കൃതം പോലും നമ്മുടെ ആളിൽ അംഗീകരിച്ചിട്ടില്ല. ഒരു ഭരതൻ്റെ നാട്യശാസ്ത്രം
നമുക്ക് ഹൃദിസ്ഥമാണ്, നമ്മൾ ആ പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു എങ്കിലും നമ്മളതിനെ നാട്യമെന്ന് പറയില്ല. കാരണം കുറേ കൂടെ പ്രാദേശികമായ ഒരു ടേമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ആട്ടം എന്നാണ് പറയുന്നത്. അത് കൂടിയാട്ടത്തെ സർവ്വ സാങ്കേതിക സംജ്ഞകളും പ്രാദേശിക ഭാഷയിലാണ് ഉണ്ടായിട്ടുള്ളത്, സംസ്കൃതമില്ല. അത് തിയേറ്ററിൻ്റെ ആവശ്യമാണ്. ഇന്നിപ്പോൾ നമ്മൾ ക്ലാസിക്കലെന്ന് ഉപയോഗിക്കുന്നു. ഈ ക്ലാസിക്കലിന് തുല്യമായിട്ട് ഒരു പദം നമുക്ക് ഒരു ഇന്ത്യൻ പ്രാദേശിക ഭാഷയിലും ഇല്ല. അത് വേറൊരു സംസ്കാരത്തിൻ്റെ പ്രൊഡക്റ്റാണത്, ക്ലാസിക്കൽ. അപ്പോൾ അതിന് നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ദേശീയ അക്കാദമി വരെ അങ്ങനെ വലിയ ബ്ലണ്ടർ നമ്മുടെ മുമ്പിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ ഇന്ത്യാസ് ക്ലാസിക്കൽ ഡാൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരു 6-7 പേര് പറയും. അതൊക്കെ വലിയ മണ്ടത്തിലാണ്, അതൊക്കെ മാറ്റിക്കളയേണ്ട ഇതായി. നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് പാരമ്പര്യ രംഗകലകൾ എന്ന് പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം അവസാനത്തെ ശ്വാസം വലിക്കുന്നൊരു കാലഘട്ടമാണ്. അതാണ് ഇനി അങ്ങോട്ട് എന്താ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് നിലനിൽക്കില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ഇപ്പോൾ കഥകളി മാത്രമായിട്ട് നിലനിൽക്കില്ല, അങ്ങനെ നിലനിന്നിട്ടുമില്ല. കൂടിയാട്ടം മാത്രമായിട്ട് നിലനിൽക്കില്ല. ഇതൊരുപാട് ശാഖോപശാഖകളായിട്ട് ഇവിടെ പ്രചാരത്തിൽ ഇരുന്ന അനവധി വിദ്യകളുടെ ഒരു ഏകോപനമാണ്. ഒരു കഥകളി ആശാനം വിളിച്ചിട്ടൊരു വിദ്യാർത്ഥി പഠിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ളൊരു പഠനമേ ആവുള്ളൂ, എത്ര നല്ല ആശാനാണെങ്കിലും. ഇവിടെ അങ്ങനെയല്ല നിലനിന്നത്. എൻ്റെ ആശാൻ കൂടിയാട്ടത്തിൽ അന്നമ്മ താമസിച്ചത് 18 വർഷം അവരുടെ പാരമ്പര്യമായിട്ടുള്ള കൂത്തും കൂടിയാട്ടം പഠിച്ചു. പിന്നെ പോണത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ അവിടെ ഒരു കളരി ഉണ്ടായിരുന്നു തമ്പുരാക്കന്മാരുടെ. അവിടെ കൂടിയാട്ടമൊന്നുമില്ല. അവിടെ നാട്യശാസ്ത്രം വെച്ചിട്ടുള്ള ഗവേഷണം ചെയ്തുകൊണ്ടുള്ള അഭിനയ പ്രകടനങ്ങളാണ്. അത് 2 വർഷം പഠിക്കുകയാണ്, കണ്ണിൻ്റെയും ഈ ശ്വാസത്തിൻ്റെയും നവരസങ്ങളിലേക്ക്. ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചപ്പോഴാണ് ഒരു അമ്മന്നൂരുണ്ടാവുന്നത്. ഇത് തന്നെയായിരുന്നു കലാമണ്ഡലത്തിലെ ആദ്യകാലത്തെ ആചാര്യൻ പട്ടിക്കാന്തൊരു രാവണ്യമേനോൻ. അദ്ദേഹം കഥകളി വളപ്പുള്ള മനക്കിൽ പഠിച്ചു, കല്ലുവഴിച്ചിട്ട് പഠിച്ചു, ദുർഘാരം പഠിച്ചു, കുട്ടിരാശമൻ, അങ്ങനെ പല അനവധി ഗുരുക്കന്മാരുടെ കീഴിലൊക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹം ഒരു തൃശ്ശൂർ ഒരു മനയിൽ ഒരു കീചകം കിട്ടിയതാണ് ചെറുപ്പകാലത്ത്. നല്ല അഭ്യാസമുണ്ട്. പക്ഷേ അവിടുത്തെ അവിടുത്തെ വീട്ടമ്മ നല്ല ബിരുള്ള ആളാണ്. അവർ കൊച്ചി തമ്പുരാൻ്റെ ഒരു നേത്തിയാരമേ എന്തുമായിരുന്നു, കരിമ്പറ്റ കെട്ടിലമ്മ എന്ന് പറയും. ഇതൊക്കെ റെക്കോർഡ് ഇതാണ്, KPS മേനോൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്തത് മരം മോന്താന്നാണ്. ഇദ്ദേഹം കേൾക്കണം, അവിടുന്ന് കരഞ്ഞും കൊണ്ട് പോവുകയാണ്. പിന്നെ ഉളപ്പണ്ണ മനയ്ക്ക് ചെന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ തന്നെ കുറിപ്പടി എഴുതി കൊടുക്കുകയാണ്. കൊടുങ്ങല്ലൂർ പോയി അഭ്യസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ തമ്പുരാൻ്റെ അടുത്തൊന്ന് 7 കൊല്ലം അഭ്യസിച്ചെന്നാണ്. അതിൽ 3 വർഷത്തെ അഭ്യാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഇതേ ഇതേ ഇല്ലത്ത് ഇതേ മനയിൽ വന്ന് അതേ വേഷം കെട്ടി കീച്ചക്കൻ. അപ്പോഴാണ് പ്രസിദ്ധമായിട്ടുള്ള ചോദ്യം. ഇതേ കെട്ടിടമ്മേനെ ചോദിക്കുകയാണ് അവരുടെ സഹോദരിയുടെ കളി കഴിഞ്ഞ് കീചകൻ മരിച്ചു വീണപ്പോൾ മരിച്ചത് കീചകനോ രാവണ്യോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കലകൾ. കേമന്മാരായിട്ടുള്ളവരൊക്കെ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത മേഖലകൾ. പിന്നെ അവരുടെയൊക്കെ പേഴ്സണൽ ലൈഫ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അവരുടെ കഥകളി പഠനം മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അവർക്ക് ഒരുപാട് വേറെ കാണും. യോഗാഭ്യാസം ഏതെങ്കിലും സ്വാമിയുടെ കീഴിൽ പഠിച്ചാണ്, വേറെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും പഠിച്ചാണ്. ഇങ്ങനെ അനവധി മേഖലകളിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോഴാണ് ഒരുത്തനൊരു കലാകാരനായിട്ട് വരാൻ കഴിയുന്നത്. അപ്പോൾ പ്രാണായാമം പഠിക്കാതെ ഒരാളിന് ഇവിടെ ശ്വസിക്കാൻ ഒരു ശരീരം തന്നെ വേറെയില്ലേ. അപ്പോൾ യോഗാഭ്യാസം ഇല്ലാതെ ഒരാളിന് ഇവിടെ ഇന്ത്യൻ കലയുടെ അഭ്യാസം സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരു സാംസ്കാരിക രംഗം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ സാധന ചെയ്യാനുള്ള ഒരവസരവും ഇന്നില്ല. എല്ലാം നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള വിജ്ഞാന ശാഖകളൊക്കെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഇനി അങ്ങോട്ട് ഇപ്പം എല്ലാം ഡിഗ്രിയായി ഇതായി അതിൻ്റെ ഗവേഷണം എന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് നീങ്ങുന്നത്. പണ്ട് രംഗകല ഗവേഷണം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയിൽ പ്രായമായിട്ട് പഠിച്ച് ഒരു വലിയൊരു ലെവലിലെത്തുമ്പോഴാണ് ഗവേഷണത്തിന് പുറപ്പെടുന്നത്. ഇപ്പം അങ്ങനെ ഒരു വസ്തു അറിയില്ല. ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു, എനിവൺ ക്യാൻ ബിക്കം എനിത്തിങ്. അപ്പം അതുകൊണ്ട് ഭാവി വളരെ ഇരുളടഞ്ഞാണ്. ഒരു പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ്സിന് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള
ഇനീഷ്യേറ്റീവ്സിന് അവസരം പ്രോത്സാഹനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും അതിൻ്റെ തനതായ രീതി നിലനിൽക്കില്ല. ഇപ്പോൾ തന്നെ ഇപ്പോൾ മ്യൂസിക്കൊക്കെ പോയി കഴിഞ്ഞു, ഇന്ത്യൻ നൃത്തക്കളിക്ക് പോയി, ഇതൊക്കെ റെക്കോർഡഡ് മ്യൂസിക്കായി പകുതി ഡെഡായി കഴിഞ്ഞു. കൂടിയാട്ടത്തിനത് ബാധിച്ചിട്ടില്ല, പക്ഷേ മറ്റു നാടകമൊക്കെ ഇപ്പോൾ എല്ലാവരും റെക്കോർഡ് ചെയ്ത സംഗീതമാണ്. അത് ഏറ്റവും വലിയൊരു പതനത്തിൻ്റെ ഒന്നാം ഘട്ടമാണ്. ഇതിവൃത്തം മാറണോ, ഷേക്സ്പിയറും അത് ഇതൊക്കെ വന്നുകൂടാന്നല്ല, ഏത് ഇതിവൃത്തം വരാം, പക്ഷെ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവണം, സമീപനം വേണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നം വരെയാണ്. സോളോ എല്ലാം ഗ്രൂപ്പാണ് വേണം. ഒറ്റയ്ക്ക് അഭിനയിക്കേണ്ടത് ഒരു 10-20 ആളുകളെ കൊണ്ട് അഭിനയിപ്പിക്കണം. അപ്പോൾ ആ സ്ട്രെങ്ത് കുറഞ്ഞ് നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും ഇതുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ സംസ്കാര രംഗം മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കേരളം വളരെ മോശമാണ്. അതെ, കേരളത്തിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സംഗീതം സിനിമാ പാട്ടാണ്. അതുതന്നെ ഓരോ പാട്ടിൻ്റെയും പണ്ട് പാടിയ ആളിൻ്റെ അതേ രീതിയിൽ വരാൻ വേണ്ടിയുള്ള പരിശ്രമം, ഇതൊക്കെ അബ്സല്യൂട്ട്ലി ഇത് തകർച്ചയുടെ ഇത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉത്തരേന്ത്യയിൽ നടക്കുമ്പോൾ എനിക്ക് എന്നെ പെട്ടെന്ന് വലിയൊരു അത്ഭുതം തോന്നിപ്പിച്ചൊരു സംഭവം മധ്യപ്രദേശിലെ മൈഹർ ഗ്രാമത്തിൽ, അവിടെ 1969 ഉസ്താദ് അലാവുദ്ദീൻ ഖാനെ കാണാൻ പോകണം. ആ ഗ്രാമം എന്ന് പറഞ്ഞാൽ മൈഹർ ഗ്രാമം ഇന്ന് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അന്നാണെങ്കിൽ ഒരു വിജനമായൊരു സ്ഥലം, അപൂർവ ചില വീടുകൾ ഇവിടെയൊക്കെ ഉള്ളു. ഒരു അന്നപൂർണ്ണ ക്ഷേത്രമുണ്ട്, പിന്നെ ഒരു പള്ളിയുണ്ട്, ഒരു 8-10 ഏക്കർ സ്ഥലത്ത് കുറ്റിക്കാടാണ്, കൃഷിയൊന്നുമില്ല അവിടെ. അങ്ങനെ ഈ ബാബ താമസിക്കണം, അവിടെ ഒരു കെട്ടിടമുണ്ട്, പിന്നെ 2-3 അതുപോലുള്ള ചെറിയ കെട്ടിടങ്ങൾ, ചെറിയ മുറികൾ പോലെ. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടുള്ള ആളുകൾ അവിടെ താമസിച്ച് 10-12 വർഷം പഠിച്ചിരുന്ന രവിശങ്കറും അലി അക്ബർ ഖാനൊക്കെ പോയി കഴിഞ്ഞു അമേരിക്കയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്തിരുന്ന ഈ മനുഷ്യൻ പഠിപ്പിച്ചവരൊക്കെ ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഏറ്റവും തലപ്പത്തെത്തി. ഏത് മേഖലയിലാണ് അന്ന് ഫ്ലൂട്ടിൻ്റെ പന്നലാൽ ഘോഷ്, സരോദിൽ അലി അക്ബർ ഖാൻ, സിത്താർ, രവിശങ്കർ, ഇങ്ങനെ അനവധി പേര്. പിന്നെ ആ ഗ്രാമം മുഴുവൻ സംഗീതമയമായിരുന്നു. മാഹിയർ ബാൻഡ് എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്ര തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയാണ് ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യണത്. ആ വ്യക്തിക്ക് വേണ്ടി വന്ന മൂലധനം എന്ന് പറയുന്നത് ഒരു 8-10 ഏക്കർ സ്ഥലം, വിജനമായ സ്ഥലം, ശിശുവൊക്കെ എടുത്ത് സാധനം ചെയ്യാൻ. വേറെ ഒന്നുമില്ല, ഫീസൊന്നും വാങ്ങിക്കില്ല. അന്നൊരു ജമീന്ദാർ എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭരണർക്ക് ആഹാരം കഴിക്കാം, അദ്ദേഹത്തിനും ആഹാരം കഴിക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്ത്യയിൽ നടന്നിരുന്ന കലാ അഭ്യാസത്തിൻ്റെ അവസാനത്തെ അനുഭവം എന്ന് പറയുന്നത്. ഈ പേട്രണേജ് എന്ന് പറയുന്നത് സിൻസിയർ പേട്രണേജ് അത് നോക്കും കഴിഞ്ഞു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ഇനിഷ്യേറ്റീവ് തുടങ്ങി കഴിഞ്ഞാൽ പൊളിറ്റിക്സ് എന്താണ്, ഇപ്പോൾ ഒരു കഷ്ടകാലത്തിന് ഏതെങ്കിലും മന്ത്രിയെ വിളിച്ചൊന്ന് ഇനാഗുറേറ്റ് ചെയ്യാനുള്ള ഫേവറേറ്റിസം കിട്ടട്ടെ നേരെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതോടെ നമ്മൾ മുദ്ര കുത്തപ്പെട്ടു. ഇയാൾ കമ്മ്യൂണിസ്റ്റാണ് അല്ലെങ്കിൽ അത് കോൺഗ്രസ്സാണ്, തീർന്നു അതോടുകൂടി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കലയെ ആരും സ്നേഹിക്കുന്നുമില്ല, കലയ്ക്ക് പേട്രണേജ് ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഒരു സാഹചര്യത്തിലാണ്. ഞാൻ അമ്മന്നൂരിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ, അമ്മന്നൂർ അവിടെയുണ്ട്, 60 വയസ്സ് കഴിഞ്ഞു വന്ന്. അത് നല്ല ആചാരം, ഡെയിലി 106 സൂര്യ നമസ്കാരം ചെയ്യും. തേജസ്വിയായിട്ടുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് കീഴിൽ പഠിക്കാൻ ആരുമില്ല. അപ്പുറത്ത് കേരള കലാമണ്ഡലം തുടങ്ങിയിട്ടുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് നടക്കുകയാണ്. ഒരിക്കൽ പോലും ഇദ്ദേഹത്തിന് വിളിച്ച് അവിടെ ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടില്ല. വെറും ജൂനിയറായിട്ടുള്ള അവിടെ നിന്ന് പഠിച്ച് ഡിപ്ലോമ എടുത്തവരോ അവിടുത്തെ കൂടിയാൽ ഡിപ്പാർട്ട്മെൻറ്റ് പഠിപ്പിക്കണോ, അമ്മന്നൂരിന് ആർക്കും വേണ്ട. ഇതാണ് എന്നെ ഏറ്റവും വേദനിപ്പിച്ചത്. ഞാൻ കലാമണ്ഡലം എന്നുള്ള സ്ഥാപനത്തിൻ്റെ പ്രസക്തി ഇല്ലായ്മയെക്കുറിച്ച് ആദ്യത്തെ എൻ്റെ തിരിച്ചറിവ് ഇതാണ്. പിന്നീട് ഓരോ മേഖലകളിൽ ഞാൻ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ 20-ാം നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിൽ കഥകളിയുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് സിൻസിയറായിട്ട് ആലോചിച്ചോ. എനിക്ക്
മഹാകവിയുടെ പ്രവർത്തനങ്ങൾ വളരെ ബഹുമാനമാണ്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നിടത്തോളം കാലം അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ടാണ് അതിനോട് സമീപിച്ചത്. പക്ഷെ അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ ഒന്നിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം കേരളത്തിൽ വളരെ സജീവമായിരുന്നു കഥകളി. നമ്മളൊരു വിരലിൽ എണ്ണി നോക്കി അറിയാം. പട്ടിക്കാത്തൊടി ഉണ്ടായിരുന്നു, കലാമണ്ഡലത്തിൽ പഠിച്ചതല്ലോ. കുഞ്ചുകുറുപ്പാശൻ ഉണ്ടായിരുന്നു, തോട്ടം പോറ്റി ഉണ്ടായിരുന്നു, കവളപ്പാറ ഉണ്ടായിരുന്നു, ഗുരുകുഞ്ചുകുറുപ്പുണ്ടായിരുന്നു, എത്രയോ ചെങ്ങന്നൂരാമ്പിള്ള ഉണ്ടായിരുന്നു, മാതൃകുഞ്ഞുള്ളവണികളുണ്ടായിരുന്നു. കഥകളിയുടെ സുവർണ്ണ കാലഘട്ടമാണത്. ആദ്യത്തെ 3-4 ഡിക്കേഡ്സ് എന്ന് പറയുന്നത് കഥകളുടെ സുവർണ്ണ കാലഘട്ടമാണ്. അത്രയും പ്രഗത്ഭർ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ആ കാലഘട്ടത്തിൽ അന്യം നിന്ന് പോകുമോ എന്നുള്ള സംശയം കൊണ്ടാണ് വള്ളത്തോട് കേരള കലാമണ്ഡലം. പക്ഷേ അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കരുതിയാൽ മതിയായിരുന്നു. വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാൻ പറ്റും. നമ്മളെല്ലാം കൂടെ അതിൽ ആരോപിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ബ്ലണ്ടർ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അന്ന് വള്ളത്തോൾ മഹാകവി അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭരെ തൻ്റെ സ്ഥാപനത്തിൽ കൊണ്ടുവരണമെന്നാണ് ചിന്തിച്ചിരുന്നത്. അപ്പോൾ അവരുടെ പ്രായമോ ഒന്നും ഇല്ല. അപ്പോൾ കുഞ്ചുകുറുപ്പാശനാണ് ആദ്യം കൊണ്ടുവന്നത്. ആദ്യം മാതൃകുഞ്ഞുള്ളപ്പണിക്കരെ കൊണ്ടുവരാൻ ആലോചിച്ചു. പക്ഷേ അദ്ദേഹം മരിച്ചു ചെയ്തുകൊണ്ട് കുഞ്ചുകുറുപ്പിനെ കൊണ്ടുവരും. പിന്നെ കൊണ്ടുവരുന്ന കവളപ്പാറ നാരായണൻ നേരമാണ്. പിന്നെയാണ് പട്ടിക്കാത്തൊടി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ദ ബെസ്റ്റ് എൻ്റെ സ്ഥാപനത്തിൽ വേണമെന്നാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ്. അതോട് തീർന്നു. പിന്നെ ഗവൺമെൻറ് നിയമമായി, ഇവിടെ ഡിപ്ലോമയായി, ഇതായി ഡിഗ്രിയായി, ഇനി PhD ആയി. അപ്പോൾ ഇങ്ങനെ ഒരു കലയും ഒരു കാലത്ത് നിലനിൽക്കാനുള്ള ഇത് നമ്മൾ ഇവിടെ മാത്രമല്ല കലകൾ, ഇതേ സ്വഭാവമുള്ള കലകൾ തന്നെ ജപ്പാനിലും ചൈനയിലൊക്കെ ഉണ്ട്. അവർ ചെയ്യണമെന്നൊന്നും നമ്മൾ വളരെ സൂപ്പർഫിഷ്യലായിട്ടും നമ്മൾ ആലോചിക്കാറില്ല. അവിടെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ജപ്പാനിലും ഫ്രാൻസിലും എല്ലാം കൂടിയാട്ടം ചെയ്യുമ്പോൾ സബ് ടൈറ്റിൽ അത് കൂടിയാട്ടം നമ്മൾ വെളിയിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സബ് ടൈറ്റിൽ കൊടുക്കണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം മലയാളി പ്രേക്ഷകരായതുകൊണ്ട്. പക്ഷെ വെളിയിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സബ് ടൈറ്റിൽ കൊടുക്കാറുണ്ട്. അത് കാരണം വെച്ചാൽ ഈ ഒരു സഹായം വേണം. എന്താണ് ഈ ടെക്സ്റ്റ് എന്നുള്ളത് അതറിയുമ്പോൾ ശാന്തം തന്നെ ഇരിക്കണം. സബ് ടൈറ്റിൽ വളരെ പ്രധാനമാണ്. അവർ വളരെ ആസ്വദിക്കുന്നുണ്ട്. കാളിദാസൻ്റെ ടെക്സ്റ്റ് അങ്ങേറ്റം കാവ്യാത്മകമാണ്. അത് വളരെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അത് നല്ല സഹായമാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് ഒരു സൂക്ഷ്മമായിട്ട് കാണുകയും ചെയ്യും. ഈ ടെക്സ്റ്റ് ആവശ്യമുള്ളിടത്തൊക്കെ ടെക്സ്റ്റ് നോക്കും. അപ്പോൾ 2 സൈഡിലായിട്ടാണ് ടെക്സ്റ്റ് കാണിക്കുന്നത്. സ്റ്റേജിൻ്റെ 2 സൈഡിലായിട്ട്. അതെ ഒരേ ടെക്സ്റ്റ് തന്നെ ഇപ്പോഴും ഇവിടെ കാണും. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ വശത്തിരിക്കണം, ഇങ്ങനെ നോക്കിയാൽ മതി. അതിനാക്കണം. ഓക്കെ, പിന്നെ നോക്കണം ഇങ്ങോട്ടായിരിക്കും. അത് നല്ലൊരു കാര്യമാണ്. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ജപ്പാനിലുണ്ട്, അവരുടെ നോ തിയേറ്ററിലും സബ് തിയേറ്ററിലുണ്ട്, ചൈനയിലുണ്ട്. ഉള്ളടക്കത്തിൽ മാറ്റം ഉത്സവത്തിൻ്റെ തിരനോട്ടത്തിൻ്റെ ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ തിരനോട്ടത്തിൻ്റെ ഏതൊരു ഓർഗനൈസേഷൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കൂടെ കണക്കിലെടുത്തിട്ട് നമുക്കൊരു അഭിപ്രായം പ്രകടനത്തിന് പ്രസക്തിയുള്ളൂ. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ നല്ല ചോയ്സാണ് ഇതുവരെ കണ്ടിടത്തോളം. കാരണം നമ്മുടെ ഏറ്റവും അവഗണിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഈ കലകളാണ്. ഇതിനെ ക്ലാസിക്കൽ കലകളെന്ന് വിളിക്കാനുള്ളൊരു ക്ലാസിക്കൽ എന്നുള്ള ടേമിനോട് എനിക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും അതിന്ന് സാർവത്രികമായത് എന്നുള്ള സ്ഥിതിയിൽ ഇപ്പം ഇത് കേരളത്തിൻ്റെ ക്ലാസിക്കൽ കലകളെന്ന് നിങ്ങൾ മാത്രം ഈ തിരനോട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. മറ്റുള്ളവരൊക്കെ പറയും, ഓ മേളമൊന്നും ക്ലാസിക്കലായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിർഭാഗ്യകരമായിട്ടുള്ളൊരവസ്ഥയാണ് അവിടെയൊക്കെ ഉള്ളത്. കൂടിയാട്ടം തന്നെ ഇപ്പോഴും കേന്ദ്ര സംഗീത അക്കാദമിയുടെ ലിസ്റ്റിൽ റെയർ ഫോംസ് എന്നൊക്കെ പറഞ്ഞാണ്. ട്രഡീഷണൽ ഫോം, റെയർ ഫോം, ഇങ്ങനെയൊക്കെ. ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്നത് വേറെയാണ്. അത് മറ്റേ ഭരതനാട്യം, ഒഡീസി, ഇത് കഥകളി, മണിപ്പുരി എന്നൊക്കെ പറഞ്ഞത്. ഇതിട്ടേക്കണത് ഞാനൊരു മെമ്പറാണല്ലോ, പക്ഷെ നമുക്കൊന്നും അതിനകത്ത് വോയിസ് ഇല്ല. കാരണം ജനറൽ കൗൺസിലിനോട് സ്ഥാനമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ കേരളത്തിൻ്റെ ക്ലാസിക്കൽ കലാരൂപങ്ങൾ എന്ന് പറഞ്ഞിട്ട് തായമ്പകയും കൂടിയാട്ടവും കഥകളിയും ഒന്നിച്ച് കൊണ്ടുവന്നത് വലിയൊരു ധീരമായിട്ടുള്ള ഏർപ്പാടാണ്. ഇത്തരം ഈ മനോഭാവം തന്നെ തുടർന്നാൽ മതി. കാരണം ഇപ്പോൾ ഇവിടെ ചെയ്യണം, നാട്ടിൽ ചെയ്യണം രണ്ട് കാര്യങ്ങളാണ്. ഇവിടുത്തെ സദസ്സെന്ന് പറയുന്നത് അവർ പ്രവാസികളാണ്. ഈ പ്രദേശത്ത് മറ്റ് അവരുടെ അടുത്ത പരമ്പരയിലുള്ളവരും മറ്റ് ജോലികളൊക്കെ ചെയ്ത് ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്കനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നാട്ടിലതല്ല. നാട്ടിൽ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് അതിൽ നിന്ന് വേറെ രീതിയിലുള്ള ഒരു സമീപനം വരും എന്നാണ്. ഇവിടെ ഒരു ആസ്വാദന നിലവാരത്തിൻ്റെ രീതിയിൽ ഇറ്റ് ഇസ് എ വെരി വെരി സക്സസ്ഫുൾ. കാരണം ഇവിടെ ഇപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് വലിയ സംഭവമാണ്. അതല്ലെങ്കിൽ പിന്നെ ഇതിൽ കാര്യമില്ല. കിട്ടാവുന്നതിൽ ദ ബെസ്റ്റ് അതിവിടെ കാണുന്നുണ്ട്. അത് നല്ലൊരു ഏർപ്പാടാണ്. പുതിയ ആൾക്കാരെ ഇനി അടുത്ത കൊല്ലം മുതൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരാനുള്ളൊരു ശ്രമം. അതെ, ആർട്ടിസ്റ്റിക് സ്റ്റാൻഡേർഡ് നമ്മൾ തിരിച്ചറിയണം. പുതിയത് പഴയതെന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. കലാപരമായിട്ടുള്ള നിലവാരം വേണം ആരെ കൊണ്ടുവന്നാൽ. അതിൽ കോംപ്രമൈസ് ചെയ്യരുതെന്നാണ് എൻ്റെ അപേക്ഷ. ഇനി എന്താ ഉള്ളത്? ഈ അവതരണം എന്നുള്ളൊരു ഏർപ്പാടെന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ ഒരു കലാകാരനൊന്നും ചെയ്യാൻ നിർത്തിയില്ല. അവതരണം ശരിയാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതിനെന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രോത്സാഹനം വേണം. ഇപ്പം ഈ കഥകളി തന്നെ ഇരിക്കണം. എത്ര വർഷമായി കേരള കലാമണ്ഡലത്തിൻ്റെ 30s മുതൽ തുടങ്ങിയതല്ലേ. അതിനനുസരിച്ചുള്ള യാതൊരു ഡെവലപ്മെൻറ്റും കേരളത്തിൽ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കഥകളി അവതരിപ്പിക്കാനുള്ള ഒരരങ്ങ് പോലും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. സ്പേസ് അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല. എങ്ങനെയായിരിക്കണം കഥകളി അരങ്ങ്, അങ്ങനെ ഒരു ഗൈഡൻസും ഇല്ല, ഒരു ചിന്തയില്ല. അതില്ലാത്തടത്തോളം കാലം ഈ കലകളുടെയൊക്കെ അവതരണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. കാരണം കലാകാരന്മാർക്ക് അവർ പഠിച്ചിറങ്ങണോ, കിട്ടണ ആരെങ്കിലും അവർ ചെയ്യണം. മറ്റ് പല രാജ്യങ്ങളിലും, ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നോ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ നോയ്ക്ക് വേണ്ടി എല്ലാ പ്രധാന നഗരങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ നോ തിയേറ്റർ ഉണ്ടാകും. സ്പെഷ്യലി നോ തിയേറ്റർ, കബൂക്കി തിയേറ്റർ അതുണ്ടാവും. അങ്ങനെ എത്രയോ തിയേറ്ററുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ റെഗുലറായിട്ട് ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കും. അപ്പോൾ ആ അവതരണത്തിനൊരു ചിട്ടവട്ടവും അതിൻ്റെ ഇപ്പോൾ കഥകളിയാണെങ്കിലും കൂടിയാട്ടമാണെങ്കിലും അതൊരിക്കലും ഒരു പ്രൊസീനിയം സ്റ്റേജിൽ ഒതുക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ ഇരുന്നിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ ദുബായിയുടെ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ ഇവിടെ നടത്തുന്നത് ഇങ്ങനെ ഇത് തന്നെ വലിയ കാര്യം. പക്ഷെ കേരളത്തിൽ അതുപോലെ. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ അവതരണം? അവതരണത്തിനനുസരിച്ചുള്ളൊരു വെന്യൂ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് കുറേ കഴിയുമ്പോഴത്തേക്കും ജനങ്ങളത് വളരെ എൻജോയ് ചെയ്യും. പണ്ട് എത്രയും ഭേദമായിരുന്നു. വളരെ വ്യത്യാസമുണ്ടല്ലോ. കൂത്തമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സ്ട്രക്ചറിനകത്തൊരു ചെറിയ വേദിയാണ്. ആ ചെറിയ വേദിക്ക് കൊണ്ടൊരു റൂഫൊക്കെ, ആ റൂഫിൻ്റെ അർത്ഥം തന്നെ ഒരു ആക്ടറെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ്. കൂത്തമ്പലം അല്ല, കൂടിയാട്ടം ഇൻഡിവിജ്വൽ തിയേറ്റർ. ഞാൻ നേരത്തെ ഈ പ്ലേ കണ്ടിരുന്നല്ലോ, ശാകുന്തളം. അപ്പോൾ ഞാൻ വളരെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞൊരു കാര്യം, ഒരാൾ അഭിനയിക്കാൻ ഉള്ള വേദിയാണ്. ഒരാൾ അഭിനയിക്കും, മറ്റേ ആൾ പോകണം. അപ്പോൾ നടനെയോ നടിയെയോ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ വേറൊരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് 3 വർഷം തുറന്നതാണ്. പിന്നെ വേളക്കാരിരിക്കണം. ഈ 3 വർഷം തുറക്കുന്നതുകൊണ്ട് ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 3 വർഷം 2 വർഷം അടഞ്ഞ് 1 വർഷം തുറന്നിരിക്കണതും 3 വർഷം തുറന്നിരിക്കണതും വളരെ വ്യത്യാസമാണ്.
3 വർഷം തുറന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേകം ആവിഷ്കരിക്കുന്നൊരു സംഭവം അത് പ്രകടനാത്മകമല്ല എന്ന് നടനോ നടിക്ക് ബോധ്യമുണ്ടാവും. ഞാൻ മുന്നിലിരിക്കുന്ന പ്രേക്ഷകന് വേണ്ടി പ്രകടിപ്പിക്കുകയല്ല. ഇപ്പം ഡെമോൺസ്ട്രേഷൻ എന്നുള്ള വാക്ക് തന്നെ അപകടമാണ്. ഞാനിപ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ ചോദ്യം ചെയ്തതാണ് ഇത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 25-ാം തീയതി ഞാൻ ചോദിച്ചു, എല്ലാ പണ്ഡിതരും ഇരിക്കുകയാണ്, ഞങ്ങളുടെ ഇതിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ സമാപനമുണ്ട്. ഞാൻ ചോദിച്ചു 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന സകല ടേം, നമ്മൾ ഇന്ത്യൻ തിയേറ്റർ എന്ന് പറഞ്ഞ് പഠനം നടത്തുമ്പോൾ ഏറ്റവും മുന്നിൽ വരുന്ന പ്രശ്നം, നമ്മൾ ഇന്ന് തിയേറ്ററിൽ ഉപയോഗിക്കുന്ന എല്ലാ ടേംസും നമ്മൾ മാറ്റേണ്ടി വരും. ആക്ടിങ് ഇംഗ്ലീഷ് വാക്കാണ്. ഏതെങ്കിലും പ്രാദേശിക ഭാഷയിൽ അതിനൊരു വാക്കുണ്ടോ? മഹാപണ്ഡിതന്മാരാണ്, ദേശീയ നാടക വിദ്യാലയത്തിലെ പ്രൊഫസർമാരാണ്, ഇല്ലയെന്ന് തന്നെ പറഞ്ഞു. അതുപോലെ ക്യാരക്ടർ ഇല്ല, ഇന്ത്യൻ പ്രാദേശിക ഭാഷയിലൊന്നും അതിന് തുല്യമായിട്ടൊരു വാക്കില്ല. നമ്മൾ അഭിനയം എന്ന് പറയുമ്പോൾ ഡെപ്ത് മാറി. നമ്മൾ ആംഗികം വാചികം ആഹാര്യം സാത്വികം എന്നൊക്കെ പറഞ്ഞ വലിയൊരു അതിനാണ് അഭിനയം എന്ന് പറഞ്ഞത്. പിന്നെ അഭിനയം എന്നുള്ള വാക്കിന് തന്നെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. വിഭാവം, അനുഭാവം, വ്യഭിചാരിഭാവം, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ അത് ആക്ടിങ്ങിൽ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാരക്ടർ എന്ന് പറയണോ, നമ്മൾ പറയണത് പാത്രം, അത് ഒരു സ്റ്റോറിയായിട്ട് ബന്ധപ്പെടുന്ന കഥാപാത്രം. നടനെ നമ്മൾ പാത്രം എന്നാണ് പറയുന്നത്. പാത്രം എന്ന് പറഞ്ഞാൽ ഒരു വെസലാണത്, അതിലെന്ത് വേണം നിറയ്ക്കാൻ പറ്റും. ഈ ഒരു സങ്കല്പം പാശ്ചാത്യത്തിൻ്റെ ആക്ടറിലില്ല, പെർഫോമറിലും ഇല്ല. അപ്പം പിന്നെ നമ്മൾ ആ ടൈം ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ തിയേറ്റർ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള. കേരളത്തിലാണ് ഈ കൂടിയാട്ടത്തിൻ്റെ മലയാളത്തിലെ അവർ പ്രാദേശിക സങ്കേതങ്ങൾ പറയുന്നുള്ളൂ, സംസ്കൃതം പോലും ഉപയോഗിക്കില്ല. ആ സങ്കേതങ്ങളിൽ കൂടെയാണ് പിടിച്ചാണ് നമ്മളിതിൻ്റെ കൺസെപ്റ്റിലേക്ക് വരേണ്ടത്. പരമസോഹിതം ഇച്ഛിയതി